കൊല്ലം അഞ്ചലിൽ പന്നിപ്പടക്കം കടിച്ച വളർത്തുനായ്ക്ക് ദാരുണാന്ത്യം. മണലിൽ സ്വദേശി പ്രകാശിന്റെ വളർത്തുനായ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. വീട്ടുകാരുടെ പരാതിയിൽ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിൽ നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. മണിയായപ്പോൾ ഉഗ്ര സ്ഫോടനം ഉണ്ടായി. ഞങ്ങൾ കഥ നോക്കിയപ്പോഴത്തേന് ഭയങ്കര സൗണ്ടും പുകയായിരുന്നു. ഒന്നും കാണാൻ വയ്യായിരുന്നു. നോക്കിയപ്പോൾ നമ്മുടെ വളർത്തുനായ ലാപനത്തിൽപ്പെട്ട ഡോഗാണ്. ഒരു 5 വയസ്സുണ്ട്. നോക്കിയപ്പോൾ അതിൻ്റെ തല മൊത്തം പൊട്ടിത്തെറിച്ചു. അപ്പോൾ നമ്മളെ വീടിന് ഗ്ലാസ് പൊട്ടുകയും ചില്ല് ഭിത്തിക്ക് വിള്ളലേക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു രംഗമാണ്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സുജിത്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മണലിൽ ഭാനുവിലാസത്തിൽ പ്രകാശിന്റെ വീട്ടിലെ ലാബ് ഇനത്തിൽപ്പെട്ട നായക്കാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായത്. വീടിന് സമീപത്തെ തോട്ടത്തിൽ കിടന്ന ഒരു പന്നിപ്പടക്കമാണ്. ഈ പ്രദേശത്ത് പന്നിശല്യം വളരെ രൂക്ഷമായി മാറിയിരിക്കുകയാണ്. പ്രദേശവാസികളിൽ ആരോ ആണ് ഇത്തരത്തിലൊരു പന്നിപ്പടക്കം അവിടെ കൊണ്ടിട്ടതെന്നും അത് നായ കടിച്ചുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് വരികയും അവിടെ വെച്ച് ഇത് കടിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. അങ്ങനെ ഈ നായയുടെ തല പൊട്ടിച്ചിതറുകയും ചെയ്തു. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് വീട്ടുകാർ പുറത്തേക്ക് വന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു വീട്ടുകാരൊക്കെ തന്നെ. കുട്ടികളടക്കമുള്ള വീടായിരുന്നു. ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി കണ്ടത്. വീടിന്റെ ജനൽ ചില്ലുകൾ അടക്കം പൊട്ടുന്ന, കൂടാതെ ഭിത്തികൾ വിള്ളൽ വീഴുകയും ഒക്കെ ചെയ്തു. ഈ സംഭവത്തിൽ വീട്ടുകാർ ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. നാട്ടുകാർക്ക് ചിലരെ സംശയമുണ്ട്. ആ സംശയമൊക്കെ തന്നെ വീട്ടുകാർക്ക് സംശയമുണ്ട്. അത് വീട്ടുകാർ പോലീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും സങ്കടകരമായ കാര്യമായി ഏരൂരിൽ നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.